അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ മാവേലി ഇന്ന് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രജകളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് മഹാബലി എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നാമിനോട് പറയാം. പിന്നെ താഴെ കാണുന്ന നമ്പറുണ്ടല്ലോ, അതവിടെ വെറുതെ എഴുതി വെച്ചല്ല കേട്ടോ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും നമ്മളുമായിട്ട് പാടി ഉല്ലസിക്കണമെങ്കിലൊക്കെ ആയിട്ട് ഈ നമ്പറിൽ വിളിക്കാം. മഹാബലി എവിടേക്ക് വരുന്നതായിരിക്കും. ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണല്ലേ, മഹാബലി അങ്ങോട്ട് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി നാം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്? കുറേ മിടുക്കത്തികളാണ്. എന്തായാലും സന്തോഷമായി. പേര് പറ. ടോംസി 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 ഗോപിക ഗോപിക ആദ്യ ഫ്ലമന്യ. വെറൈറ്റി പേരാണ്. ഫ്ലം എന്നുകൂടി പറ. ഫ്ലമന്യ കേമായിരിക്കണോ? എന്തായാലും അടിപൊളി. എന്താണ് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള യൂണിഫോമൊക്കെ ഉള്ളത്? എന്താണ് പരിപാടി നിങ്ങളുടെ? ഞങ്ങള് ക്യാമ്പിന് പോവാ ബേസ്ബോളിന്റെ. മാവേലിക്ക് ആകൊരു ബോളേ അറിയുള്ളൂ, ഈ ബോള് മാത്രമേ മാവേലിക്ക് അറിയുള്ളൂ. ഇത് ബേസ്ബോൾ അല്ലേ? എന്തൊക്കെയാണോ? എന്തായാലും വേണ്ടില്ല, സന്തോഷമായി. ഓണായിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ? വീട്ടിൽ ഓണാഘോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങണു. തുടങ്ങി. ഓണക്കോടിയൊക്കെ എടുത്തോ? അപ്പോ മാവേലിക്ക് വേണ്ടിയിട്ട് ആരാണ് ഒരു പാട്ട് പാടിത്തരാൻ പോകുന്നത്? ആരാണോ? ഇയാളാണോ? എല്ലാവരും കൂടിയിട്ട് പാടിയെന്നാൽ മതി. എല്ലാവരും കൂടിയിട്ട് ഒരു ലളിതഗാനോ ഏത് ഗാനം വേണമെങ്കിലും ഇങ്ങോട്ട് പാടിക്കോളുക. എന്തായാലും മഹാബലിക്ക് സന്തോഷമാവട്ടെ. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുങ്ങാട്ടുമൊട്ടില്ലതാനും മതി. മാവേലിയെ പാടിയിട്ട് അങ്ങോട്ട് സുഖിപ്പിച്ചിരിക്കുന്നു. എന്തായാലും സമ്മാനം വേണ്ടേ? സമ്മാനം തരാട്ടോ. അപ്പോൾ സമ്മാനം എന്ന് പറയുന്നത് വെറും സമ്മാനം. എല്ലാവർക്കും കൂടിയിട്ട് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഓണക്കോടിയാണ്. സമ്മാനങ്ങൾ പറയാം, നാം ഒന്ന് പറയട്ടെ എന്ന്. സമ്മാനങ്ങൾ വരും. ഇത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറിയാലോ അല്ലേ? പോയിട്ടുണ്ട്. ഇനി പോകുമ്പോൾ മഹാബലിയുടെ പേരങ്ങോട്ട് പറയാം. ഒരുപാട് ഡിസ്കൗണ്ട് തരും. മനസ്സിലാവുന്നുണ്ടോ? പറയില്ലേ? എവിടെയാണ്? ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അടുത്ത സമ്മാനത എല്ലാവരും കൂടി അങ്ങോട്ട് പിടിക്കുക. ഇത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു പായസക്കൂട്ടാണ്. ഇവിടെ ഇതുപോലെ മഹാബലിയുടെ പേര് പറഞ്ഞ ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും. പോണം. എവിടെയാണ്? TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. എങ്ങനെയുണ്ടാ? സന്തോഷമായോ? സന്തോഷമാവാൻ വരട്ടെ. വേറൊരു സന്തോഷം കൂടി ഉണ്ട്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഇത് തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയാറും. തൃശ്ശൂർ MG റോഡിലാണ് കേട്ടോ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അവിടെ പോകണം. ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ, ഹാപ്പിയാണോ? ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ലേ? ഇനിയിപ്പോൾ കഴിക്കാനും മഹാബലി മേടിച്ചു തരണോ? പേടിക്കണ്ട, വിഷമിക്കണ്ട, കഴിക്കാനുള്ള സാധനം തരാം. അതങ്ങോട്ട് എടുക്കുക. ഇത് കണ്ടോ, ഇത് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. എങ്ങനെയുണ്ട്? ഐസ്ക്രീം കഴിച്ചിട്ട് ഇത്തവണ ഓണം അങ്ങോട്ട് ആഘോഷിക്കാം. ഈ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം അങ്ങോട്ട് ഓട്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിക്കുക. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ. നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, ഉറക്കെ പറയാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ നമ്മുടെ കൂടെ 2 ചേച്ചിമാർ കൂടെ കൂടിയിട്ടുണ്ട്. എന്താണ് പേര് പറ? സോഫിയ. ചേച്ചിയുടെ പേര്? ഷീബ. എവിടെയാണ് സ്ഥലം? അരനാട്ടുകര. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ടീച്ചറാണോ? കേമായിരിക്കണു. എന്തായാലും ഒരു അധ്യാപിക തന്നെ കണ്ടുമുട്ടിയതിൽ മാവേലിക്ക് സന്തോഷമായിരിക്കണു. എങ്ങനെ, കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ? നല്ല കുട്ടികളാണല്ലേ? ഇപ്പോൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ അവിടുത്തെ? ഇല്ല, നാളെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാധാരണ പോലെ തന്നെ
വടംവലി ഉണ്ടോ? ഉറിയടി ഉണ്ട്, പൂക്കള മത്സരം, തിരുവാതിര തിരുവാതിര ഉണ്ട്. ടീച്ചർ തിരുവാതിര കളിക്കുന്നുണ്ടോ? ഉണ്ട്. നാം വരാൻ പറ്റിയെങ്കിൽ വരാട്ടോ. ക്ഷണിക്കുകയാണെച്ച പ്രത്യേക ക്ഷണിക്കുകയാണെച്ച എന്തായാലും മാവേലി വരണം. തീർച്ചയായിട്ടും വരാം. അപ്പം എങ്ങനെ ഒരു പാട്ട് അങ്ങോട്ട് പാടിയെന്ന് മഹാബലിക്കേണ്ട സന്തോഷമാവും, ഒരുപാട് സമ്മാനമൊക്കെ കണ്ട് തരാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുങ്ങൾക്ക് മുട്ടില്ല താനും. അടിപൊളിയായിട്ട് മഹാബലിക്ക് നല്ലൊരു പാട്ട് പാടി. അപ്പം എന്തായാലും ഒരു സമ്മാനം ഉണ്ട്. പിടിക്കുക ലിയോ, പിടിച്ചോളുക, പിടിച്ചോള്. രണ്ടുപേരും കൂടി പിടിക്കുക. രണ്ടുപേർക്കുള്ള സമ്മാനമാണ് കേട്ടോ. ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു ഓണക്കൊടിയാണ് സമ്മാനം. ഇത് തൃശ്ശൂരിലെ പള്ളിക്കുളം റോട്ടിലാണുള്ളത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ചെല്ലുക, ഇവിടെ മഹാബലിയുടെ പേരൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ചെല്ലില്ലേ? തീർച്ചയായിട്ടും അവിടെ സന്ദർശിക്കുക കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടില്ല തോന്നണു, ഇനിയും സമ്മാനങ്ങളുണ്ട് കേട്ടോ. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസക്കൂട്ടാണ് സമ്മാനം. ഇത് തൃശ്ശൂർ MG റോട്ടിലും അതുപോലെ തന്നെ തൃപ്രയറാണുള്ളത്. TPR ഗോൾഡൻ ഡയമണ്ട്സ്. സന്തോഷം. മഹാബലിക്കും സന്തോഷമായിരിക്കണോ. ഇനിയുണ്ട് കേട്ടോ സമ്മാനങ്ങൾ. പോവാൻ വരട്ടെ. മഹാബലി അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെ. എന്തായാലും കുട്ടികൾക്ക് നമ്മുടെ ഗുരുനാഥിയല്ലേ, അപ്പോൾ നല്ല സമ്മാനങ്ങളൊക്കെ തരണ്ടേ. അതാ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെ ഇരിക്കുന്നു? വളരെ സന്തോഷം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കട്ടെ. മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഇതാ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെ ഇരിക്കുന്നു? ഈ നമ്പറിലേക്കൊക്കെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഐസ്ക്രീമായിട്ട് അവർ പാഞ്ഞങ്ങോട്ട് വരും. അപ്പോൾ ഓർഡർ ചെയ്യുക, കഴിക്കുക. എങ്ങനെ കഴിക്കില്ലേ? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഉഷാറായിട്ട് പറ, ഉറക്കെ പറ. എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും, മഹാബലിക്കും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഹാപ്പി ഓണം. സന്തോഷമായിരിക്കണം മഹാബലിക്ക്. അപ്പോൾ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്നറിയോ? കാണുക, ഇദ്ദേഹമാണ് ഇന്ന് നമ്മുടെ പ്രജയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഐ ആം വെരി ഹാപ്പി. I'm happy too. You are so pretty. I adore you. സന്തോഷമായിരിക്കുന്നു. യുവർ നെയിം, ഗുഡ് നെയിം പ്ലീസ്. Maike Magdalena. കേമായിരിക്കണോ? മഹാബലിക്ക് മലയാളം കുറച്ച് അറിയും. സോറി, മലയാളമല്ല, ഇംഗ്ലീഷ് കുറച്ച് അറിയും. നമസ്തേ. Nanni. ഓ നന്ദി. യു സിംഗ് എ സോങ് വിത്ത് മലയാളി പ്രേക്ഷകർ. ഓക്കെ, യു സിംഗ് എ സോങ്. ഓക്കെ. Gondolietta uscì Altoglietta d'amore, torna sola Mimì al tuo cuore, ritorna d'altra volta ai tesser finti fior. Okay? ഐ ആം വെരി ഹാപ്പി. ഓ സന്തോഷമായിരിക്കുന്നു. ഓണായിട്ട് ഇങ്ങനൊരു പാട്ട് കേൾക്കാൻ പറ്റില്ലോ. വെരി ഗുഡ് ആൻഡ് നൈസ് സോങ്. Thank you very much. Danny. I give a some gift. Thank you very much. Okay. This first gift, ഓണക്കോടി. Thank you very You know ഓണക്കോടി? Nanni. ഓണക്കോടി. Oanakuri. Oh, this is a ഓണക്കോടി. Thank you, Nanni. അപ്പോൾ ഈ ഓണക്കോടി നൽകുന്നത് ആരാണെന്നറിയോ? ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്. നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലാണ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കുക. ഓക്കെ, I didn't understand a word, but okay. സന്ദർശിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? അവിടെ പോകുക, എന്താ പറയുക? യു പ്ലീസ് വിസിറ്റ് ദിസ് ഷോപ്പ്. Casa del Mondo. Okay. രക്ഷിച്ചിരിക്കുന്നു ആരൊക്കെ. എന്തായാലും സന്തോഷമായി. അടുത്തൊരു ഗിഫ്റ്റ് വേണ്ടേ? ഓ തരിക. അടുത്തൊരു ഗിഫ്റ്റ്, നെക്സ്റ്റ് ഗിഫ്റ്റ്.
TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന പായസം മിക്സ്. ദിസ് ഈസ് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഓക്കെ, പായസം മിക്സാണ് ഗിഫ്റ്റ്. ഇത് തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയാറുമാണുള്ളത്. തൃശ്ശൂർ MG റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും വേണ്ടില്ല. അടുത്ത ഗിഫ്റ്റ് പിടിക്കൂ, എന്നിട്ട് പറയാം. ഇത് 500 രൂപ TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. യു ആർ ഹാപ്പി? Yes, I am. I will give this to my friend whose wedding will be on the 21st and 23rd, this Friday and this Sunday. I will give it to her, okay? Okay? എന്തായാലും സന്തോഷമായി. പറഞ്ഞതൊക്കെ നമ്മന് മനസ്സിലായിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷമായിരിക്കണു. അടുത്ത ഗിഫ്റ്റ് തരാം. യു ടേസ്റ്റ് ഐസ്ക്രീം ഫ്രഞ്ച് ഡയറി. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം, യു നോ? Yes, I know. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം ഗിഫ്റ്റ്. Thank you very much. Okay. യു ടേസ്റ്റ് ദിസ് ഐസ്ക്രീം. ഓക്കെ, Thank you very much. ഹാപ്പി ഓണം. Happy Onam. അപ്പോൾ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൺ വിത്ത് മാവേലിയിൽ നമുക്ക് മറ്റൊരു അതിഥി കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. കേമനാണെന്ന് തോന്നുന്നു. എന്താ പേര് പറ? സനോജ്. സനോജ്. ഉറക്കെ പറഞ്ഞോളൂ. സനോജ് മണ്ണമ്പേട്ട. ഒരു കലാകാരനാണെന്ന് തോന്നുന്നു മൊത്തത്തില്. ഫഹദ് വാസിന്റെ ഡൂപ്പാണ്. ഫഹദ് വാസിലിന്റെ ഡൂപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫൺ വിത്ത് മാവേലിയിൽ ഫഹദ് വാസിലിന് ലഭിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഡൂപ്പിനെ കിട്ടിയിരിക്കുകയാണ്. ഫഹദ് വാസിലിന്റെ സിനിമയിലെ ഏതെങ്കിലും ഡയലോഗ് പറയാൻ പറ്റുമോ? ഡയലോഗല്ല, ഞാൻ കൂടുതൽ ആളുടെ ഡാൻസാണ് ഞാൻ ചെയ്യാറ്. കൂടുതൽ ഡാൻസ് ആണ് ചെയ്യുന്നത്. വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വേറെ ഞാൻ ഇന്റർനാഷണൽ അത്ലറ്റാണ്. കേരള സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യനാണ്. സെൻട്രൽ ജയിൽ സ്റ്റാഫായിരുന്നു, മുൻ സെൻട്രൽ ജയിൽ വാർഡൻ. അപ്പൊ മൊത്തത്തിലൊരു മുങ്ങൽ വിദഗ്ധനാണ് അല്ലേ? മുങ്ങൽ വിദഗ്ധനാണ് കേട്ടോ. പുള്ളിയെ പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ പെട്ടെന്ന് മുങ്ങി കളഞ്ഞാലോ. അപ്പൊ മിമിക്രി ചെയ്യോ? മിമിക്രി ഇല്ല, കൂടുതൽ ആക്ടിങ് ആണ്. അതായത് ആക്ടറാണ്. ശബ്ദങ്ങളൊക്കെ ആരെങ്കിലും അനുകരിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഒരു സോങ് മാവേലിക്ക് വേണ്ടി ഒന്ന് പാടിയാലോ? അതാ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടുന്നത്. അത്ര പാട്ട് പാടാൻ അത്ര വലിയ അറിയാം. നമ്മളെ ആക്ടിങ് ആണ് കൂടുതൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അപ്പൊ നാം ഒരു കാര്യം ചെയ്യാം, നാം ഒരു കാര്യം ഇങ്ങോട്ട് പറയാം, അത് ഏറ്റു പറയാൻ പറ്റുമോ നോക്കുക. മഹാബലിയുടെ ഒരു കുസൃതി കളികളാണ് ഇതൊക്കെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അതൊന്ന് ഏറ്റു പറയാം, പറ്റില്ലേ? പറയാം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, അതൊന്നൊരു 5 വട്ടം പറ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ഒന്നും കൂടി ഉച്ചത്തിൽ ഉറക്കെ അങ്ങോട്ട് ഒരു 5 വട്ടം നിർത്താതെ അങ്ങോട്ട് പറഞ്ഞോളൂ. സമ്മാനം അങ്ങോട്ട് പോകുന്നുള്ളൂ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഒന്ന് സ്പീഡിൽ പറഞ്ഞോളൂ. സ്പീഡ് പറ. ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. കേമായിരിക്കണു, നന്നായിരിക്കണു. എന്തായാലും ഓണായിട്ട് സമ്മാനം ഒന്നും മേടിക്കാതെ വേണ്ട. ഓണക്കോടി മേടിച്ചോ? ഇല്ലല്ലോ, മേടിച്ചില്ല. നാം തരാം ഒരു ഓണക്കോടി. സന്തോഷമായിരിക്കട്ടെ. അപ്പം അങ്ങനെ ഫൺ വിത്ത് മാവേലി എന്ന ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു ഓണക്കോടിയാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. സന്തോഷമായോ? പിന്നെ സന്തോഷമായി. അതായത് ഗവൺമെൻറ്റോ നമുക്ക് വരുന്നില്ല, മാവേലി ഇങ്ങനെ തന്നല്ലോ, വളരെ. പിന്നെ മാവേലിനെ കാണാൻ പറ്റില്ലോ, ഞങ്ങളെപ്പോലുള്ള സാധാരണ കലാകാരന്മാർക്കും സാധാരണക്കാർക്കും കാണാൻ പറ്റില്ല. വളരെ നന്ദിയുണ്ട്. നാമിനും സന്തോഷമായിരിക്കുന്നു ഇങ്ങനെ ഒരു കലാകാരനെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഈ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ മഹാബലിയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഡിസ്കൗണ്ടിൽ സാധനങ്ങളൊക്കെ കിട്ടും, ആഭരണങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അതെ, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലാണ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് സ്ഥിതി ചെയ്യുന്നത്, അറിയാലോ? താങ്ക് യു. അപ്പൊ ഞാനും എന്നെ കൊണ്ട് പറ്റാൻ സഹായങ്ങളും ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ പോവുക, കൂടുതൽ ആഭരണങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. മഹാബലിയുടെ പേര് പറയാൻ മറക്കരുത്, ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ആയിക്കോട്ടെ. അപ്പോ അടുത്തൊരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. പിടിക്കുക, ഇത് പിടിക്കുക. TPR ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചോളാം, പ്രേക്ഷകർ അങ്ങോട്ട് കണ്ടോട്ടെ ഇത് ആരാണെന്ന്. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റാണ് ഇത്. തൃശ്ശൂർ MG റോഡിലും അതുപോലെ തന്നെ തൃപ്രയാറാണ് സ്ഥിതി ചെയ്യുന്നത്. TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഇതിന്റെ പാലട പ്രഥമനാണ് ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. ഓണത്തിന് നല്ല പായസം കഴിക്കാം. ഷെയറുണ്ടോ?
അങ്ങനൊന്നും ചോദിക്കരുത് കേട്ടോ. ഇതൊക്കെ നാമിന്റെ ഒരു സന്തോഷമാണ്. ആയിക്കോട്ടെ, എന്തായാലും മാവേലിനെ കാണാൻ പറ്റില്ല, ഇതും കിട്ടിയോണ്ട് ഞാൻ വളരെ ഹാപ്പിയായി. ഹാപ്പി ആവണല്ലോ. അത്ര സന്തോഷം പോരാ, ഇനിയും സന്തോഷിക്കണം എന്നുണ്ട് മാവേലിക്ക്. ഓ, ഇതും കൂടെ ചെയ്യാ, അപ്പൊ ഞാൻ ഓട്ടർസ് വിളിച്ചു കൊണ്ടുവരും. ഇതെന്താ മനസ്സിലായോ? TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പൊ ഹാപ്പിയായി, വളരെ വളരെ ഹാപ്പി. അങ്ങനെ ഹാപ്പി ആവാറായിട്ടില്ല, വേറൊരു സമ്മാനം കൂടി നാം തരാം. മാവേലി നമ്മളങ്ങട് നന്നായി അങ്ങോട്ട് ബോധിച്ചു അല്ല, നാമിന് ബോധിച്ചിരിക്കുന്നു. ഇതെന്താന്ന് മനസ്സിലായോ? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമാണ്. ഇതിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഈ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തും. അല്ല പിന്നെ നല്ല ടേസ്റ്റി ഐസ്ക്രീമാണ്. അപ്പോൾ അതൊക്കെ രുചിച്ച് നോക്കുക, മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കുക. അപ്പൊ മാവേലി ഈ പ്രാവശ്യം കണ്ടോടുകൂടി വളരെ നല്ല കുറെ സാധനങ്ങൾ കിട്ടി. ഇപ്പൊ ഓട്ടർസ് വിളിച്ചു പോണ അല്ല, ഓട്ടർസ് വിളിച്ചു പോണ ഗതിയാടായി. അങ്ങനെ ആവട്ടെ, പ്രജകളൊക്കെ സന്തോഷിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ ഒരു ഹാപ്പി ഓണം നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ തന്നവർക്കും ഹാപ്പി. മാവേലിയോട് പ്രത്യേകമായിട്ട് ഒരു ഹാപ്പി ഓണം. ഹൈ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫൺ വിത്ത് മാവേലി എന്ന പ്രോഗ്രാമിൽ നമുക്ക് 2 സുന്ദരിമാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈ, മാവേലിക്ക് കേമായിരിക്കണം. മാവേലിനെ കണ്ടിട്ടാണോ ചിരിക്കുന്നത്? അങ്ങനൊന്നുമില്ല. അതോ സുന്ദരിമാര് എന്ന് പറഞ്ഞപ്പോ ചിരി എന്താണോ? സംസാരം കേട്ട് ചിരിച്ചതാ. നാമിന്റെ സംസാരം ഇങ്ങനെ തന്നെയാണ്, പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെയാണ്. നാം പണ്ടത്തെ രാജാവല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്താ പേര് പറഞ്ഞില്ല? ഹൃദയ. എൻ്റെ പേര് അശ്വിനി. എന്താണ് കേട്ടില്ല, ഉറക്കെ പറ. എൻ്റെ പേര് അശ്വിനി. അശ്വിനി. ഹൈ, കേമായിരിക്കണു, നല്ല പേര്. എന്താണ് ചെയ്യുന്നത്? വർക്ക് എന്താണ്? ജോലി എന്താണ്? ഞങ്ങൾ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം ഇവിടെ CS ഫേമിൽ. പണ്ട് വാമനൊത്തൊരു കേസ് ഉണ്ടായിരുന്നു, അതൊന്ന് പരിഹരിച്ചു തരാൻ പറ്റുമോ? അത്തരത്തിലുള്ളതല്ല, ഞങ്ങൾ കോർപ്പറേറ്റ് ഫേമിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ആ നിലയിലേക്കൊന്നും പോകണ്ട അല്ലേ കാര്യങ്ങൾ? 2 പേരും അത് തന്നെയാണോ ജോലി? അതെ, ഞാൻ അഡ്വക്കേറ്റാണ്. 2 അഡ്വക്കേറ്റ്മാരെ കണ്ടതല്ലേ വളരെയധികം മാവേലിക്ക് സന്തോഷമായിട്ടോ. എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം അല്ലേ? സന്തോഷം. ഒരു പാട്ട് മഹാബലിക്ക് വേണ്ടിയിട്ട് ഒന്നും പാടാൻ പറ്റുമോ? ഒരു നൈസായിട്ട് ഒരു അടിപൊളി സോങ്. ഞാൻ പാട്ട് പാടാറില്ല. അപ്പോൾ ഇയാൾ പാട്ട് പാടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാനും പാടാറില്ല. കേമായിരിക്കണു. അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, മഹാബലി ഒരു കാര്യം ഇങ്ങോട്ട് പറയാം, അത് ഏറ്റു പറയാൻ പറ്റുമോ നോക്കുക. പറയാൻ പറ്റുമോ നോക്കാം. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. വളരെ സിമ്പിളാണ് കേട്ടോ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഓളരിയിൽ മുരളി കളറി പഠിച്ചു. കറക്റ്റ് ആണല്ലോ. ഒന്ന് സ്പീഡിൽ 5 വട്ടം പറയാന്ന് വെച്ചാൽ നാം സമ്മാനം തരുന്നതായിരിക്കും. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒന്ന് സ്പീഡിൽ പറഞ്ഞൊരു 5 വട്ടം പറഞ്ഞേ. മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി ഇത്തിരി തള്ളി പിടിച്ചേ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. മതി. ഒന്ന് സ്പീഡിൽ പറയോ, ഒന്ന് കേൾക്കട്ടെ, ഒന്നുകൂടി ഉഷാറായിട്ട് പറയോ. ഒരു വട്ടം കൂടി പറയോ. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. ഒളരിയിൽ മുരളി കളരി പഠിച്ചു. മതി. എന്തായാലും കേമായിരിക്കണോ. എന്തായാലും ട്രൈ ചെയ്തല്ലോ, സന്തോഷം. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് വേണ്ടേ? എന്താ ഒരു മധുരം വേണ്ടേ? വേണം. ഹൈ, അപ്പോൾ ഗിഫ്റ്റ് നൽകുന്നത് ഈ ഫൺ വിത്ത് മാവേലി എന്ന പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാണ്. ഹൈ, ഇത് തൃശ്ശൂർ പള്ളിക്കുളമാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഒന്ന് സന്ദർശിക്കില്ലേ? ഇതെന്താ ഗിഫ്റ്റ് എന്നറിയോ? ഓണക്കോടിയാണ്. താങ്ക് യു. സന്തോഷായോ? സന്തോഷായി. മഹാബലിക്ക് കേട്ടപ്പോൾ സന്തോഷമായിരിക്കണോ. ഇനി ഗിഫ്റ്റ് വേണോ? ഞങ്ങൾ 2 ആളില്ലേ? ഒരു ഗിഫ്റ്റും കൂടി വേണമെന്ന് അല്ലേ? തരാലോ. ഹൈ, TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റാണ്. ഇത് പായസം മിക്സാണ്. ഓണത്തിന് നല്ല പായസം കഴിക്കാട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് തൃപ്രയാറും അതുപോലെ തന്നെ തൃശ്ശൂർ MG റോഡിലാണുള്ളത്, അറിയാലോ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. മഹാബലിയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ആഭരണങ്ങൾക്ക് നല്ല നല്ല ഡിസ്കൗണ്ടൊക്കെ അവർ തരും. അപ്പോൾ എന്തായാലും സന്ദർശിക്കില്ലേ? ചെയ്യും.
സന്തോഷം. ഇനി അടുത്തൊരു ഗിഫ്റ്റ് കൂടി മാവേലി തരാം. സന്തോഷം പോരാന്നുണ്ടെങ്കിൽ എന്നാ പിടിച്ചോ, ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന തന്നെയാണ് ഈ ഗിഫ്റ്റ് വൗച്ചർ. അപ്പോൾ വീണ്ടും സന്തോഷമായോ? സന്തോഷായി. ഓക്കെ അമ്മായിരിക്കണോ. ഇനിയൊരു മധുരം നുണഞ്ഞുകൊണ്ടുള്ളൊരു സന്തോഷമാവാം. എന്തേ മധുരം എല്ലാവർക്കും പ്രിയല്ലേ. അപ്പോൾ ഈ പൊന്നോണ മുതിരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ. ഈ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഐസ്ക്രീം അങ്ങോട്ട് എത്തും. സന്തോഷമായോ? വീണ്ടും സന്തോഷായി. ദോഷം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് മാവേലി അല്ലേ. അപ്പം ഈ ഓണക്കാലത്ത് മാത്രം മാവേലിക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളേ, അതുകൊണ്ടാണ്. അപ്പോൾ മഹാബലിനെ ഇങ്ങനെ കാണാനും ഈ ഗിഫ്റ്റൊക്കെ തരും എന്ന് കരുതിയോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല, ഒരിക്കലും കരുതിയില്ല. അപ്പോൾ എങ്ങനെയാ, സന്തോഷമായോ? സന്തോഷം. ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാണ്. അല്ല, ഞങ്ങൾ രണ്ടാളും നല്ല ഹാപ്പിയായി. എനിവേ താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോവില്ല. ഉറക്കെ പ്രേക്ഷകരെ നോക്കി അങ്ങോട്ട് പറയൂ, ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുക്കുക. ഹാപ്പി ഓണം. ഇതാകെ ജീവൻ പോയല്ലോ. ഒന്ന് തളർച്ചയില്ലാതെ ഉഷാറായിട്ട് അങ്ങോട്ട് പറയാം. ഹാപ്പി ഓണം അങ്ങോട്ട് പറയാ. എല്ലാവർക്കും ഹാപ്പി ഓണം. രണ്ടുപേരും കൂടിയിട്ട് പറയാ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹൈ, നേരെ ഇരട്ടിരിക്കുന്നു. മഹാബലി വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി എന്ന പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ എല്ലാവർക്കും ഹാപ്പി ഓണം നേർന്നുകൊണ്ട് മാവേലി